ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ ഡൽഹിയിലുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളും. റെയിൽവേ സ്റ്റേഷന്റെ അകത്തേക്ക് കയറുവാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് നീക്കം ചെയ്തു. ഡൽഹിയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പോലീസ് വേട്ടയാടിയതിനെ തുടർന്നായിരുന്നു സംസ്ഥാനത്ത് എല്ലാ ഭാഗത്തും ഇത്തരത്തിൽ UDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകിയത്. ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. രാവിലെ 11 മണിയോടെ ഷൊർണൂർ നഗരത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു. പരിപാടി DCC സെക്രട്ടറി VK ശ്രീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യത്തെ വേട്ടയാടുകയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്നതെന്നും ഇതിനെതിരെ രാജ്യവ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധിക്കുമെന്നും ശ്രീകൃഷ്ണൻ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയ ഈ മാർച്ച് ഇത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ നടന്ന അതിക്രമത്തിനല്ല, അക്രമത്തിനെതിരെ മാത്രമുള്ള പ്രതിഷേധമല്ല. ഇത് ജനാധിപത്യത്തിന്റെയും ഭരണഘടനാ അവകാശങ്ങളുടെ ലംഘനങ്ങൾക്കുമെതിരെയുള്ള കടന്നുകയറ്റത്തിനെതിരെയുള്ള ഒരു മാർച്ചാണ് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നത്. ഇന്നലെ രാഹുൽ ഗാന്ധി അടക്കമുള്ള ഇന്ത്യ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാരെ ഡൽഹിയിലെ തെരുവിലൂടെ വലിച്ചഴച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ കാട്ടിയ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തികൾ ഈ രാജ്യത്ത് വെച്ചുപൊറുപ്പിക്കാൻ കഴിയില്ല എന്നതിന് അതിനെതിരെ ഈ രാജ്യത്ത് മുഴുവൻ ഇന്ന് പ്രതിഷേധം അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഓരോ വ്യക്തിക്കും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശമുണ്ട്. വിദ്യാർത്ഥികൾ അവരുടെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ ഭരണാധികാരികൾ തയ്യാറാവേണ്ടതാണ്. ചോദ്യപേപ്പർ ചോരുന്നു എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനം, അവർ എത്ര കഷ്ടപ്പെട്ടാണ് പരീക്ഷകൾ എഴുതിയത് എന്ന് നമുക്കറിയാം. നമ്മളൊക്കെ അത്തരം സാഹചര്യങ്ങളിലൂടെ വിദ്യാർത്ഥികളായി കടന്നു വന്നവരാണ്. ഒരു കാര്യം പറയുന്നു, പിണറായി വിജയന്റെ 10 വർഷത്തെ കാട്ടിയിട്ട സഖാക്കളായ പോലീസുകാരെ നേരിട്ട് ഞങ്ങൾക്ക് ഇവിടെയുള്ള 4 RPFകാരും 10 പോലീസൊന്നും വിചാരിച്ച ഞങ്ങളെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. ഞങ്ങൾ അർദ്ധരാത്രി വന്ന് ഇന്ത്യയിലെ ഞങ്ങളുടെ നേതാവ് ആഹ്വാനം ചെയ്താൽ കേരളത്തിലെ മുഴുവൻ ട്രെയിനുകളും തടഞ്ഞുകൊണ്ടുള്ള രാജ്യവ്യാപകമായ പ്രക്ഷോഭങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകും. അതുകൊണ്ടൊരു കാര്യം മാത്രം പറയുന്നു, RSSന്റെ തിട്ടൂരം വാങ്ങി ഈ രാജ്യത്ത് അമിത്ഷാ നടത്തുന്ന ഈ പ്രചരണം ഇത് അവസാനിക്കില്ല. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹം രാജിവെക്കുന്നതുവരെ ഇന്ത്യയിൽ ഈ സമരം ശക്തമായി മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞ് ഇന്നലെ ചെറിയ മണ്ഡലം പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു, K കൃഷ്ണകുമാർ, VKP വിജയനുണ്ണി, ബ്ലോക്ക് പ്രസിഡന്റ് TK ബഷീർ, കൗൺസിലർമാരായ CV ആഷിഖ്, EA ഗീതകുമാരി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TK ആഷിഖ്, വിൻസെന്റ്, PR പ്രവീൺ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. You are watching VCV News.